എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് LDC കണ്ണൂർ കൊല്ലം എക്സാമിന്റെ പ്രൊഫഷണൽ കീ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. പ്രൊഫഷണൽ കീ പ്രകാരം കേരള PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഒന്നാമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ് എന്നാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ചോദ്യം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നിവയാണ് തന്നിരിക്കുന്ന സൂചകങ്ങൾ. ഇതില് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി, VP മേനോൻ എന്നാണ് പ്രൊഫഷണൽ കീയിൽ ഉത്തരം നൽകിയിരിക്കുന്നത്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രിസൽസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സമത്വ സമാജം അയ്യങ്കാളി എന്ന് കൊടുത്തിരിക്കുന്നു. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, നാലാമത് കൊടുത്തിരിക്കുന്ന യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാട്. ശരിയായവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. അതേപോലെ തന്നെ നാലാമത് കൊടുത്തിരിക്കുന്ന യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാട്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് നൽകിയിട്ടുള്ളത്. അഞ്ചാമത് ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. കണ്ടുപിടിക്കേണ്ടത് ഉൾപ്പെടാത്ത എന്നതാണ്. ഇവിടെ PSCയുടെ പ്രൊഫഷണൽ ആൻഡ് സ്കിൽ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടാത്തതാണ്. അതേസമയത്ത് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതെല്ലാം എന്താണ്, ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ആറാമതായി കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കുക എന്നതാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രൊഫഷണൽ ആൻഡ് സ്കിൽ. 2ഉം 3ഉം ശരി എന്നാണ്. ഞാനാണ് രാഷ്ട്രം ലൂയി 11 എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂയി 14 ബന്ധപ്പെട്ടതാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ മേരി ആന്റോയിനറ്റ്. അത് രണ്ടും ശരിയാണ്. ഇനി പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 7ാം ചോദ്യം ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരിയാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് 7ാമത്തെ ചോദ്യം. ഇവിടെ PSC 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ച് എന്നതാണ്. നമ്മൾ ഗ്രീൻവിച്ച് രേഖ എന്നാണ് നമ്മൾ 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് എന്നതാണ് 9ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മളൊരു കോഡിലൂടെ ഒക്കെ പഠിച്ചതാണ്. MTയും MGRും JCB മേടിച്ചു എന്ന ഒരു കോഡിലൂടെ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക എന്നാണ് പ്രൊഫഷണൽ കീയിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത് എന്നതാണ് 11ാമത്തെ ചോദ്യം. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന SCRT ഫാക്റ്റുമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലൂ എന്നാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, തൃശ്ശൂർ ജില്ല എന്നാണ് PSCയുടെ ഫൈനൽ പ്രൊഫഷണൽ ആൻസർ നൽകിയിരിക്കുന്നത്. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ 13ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് നൽകിയത്. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യൂതി എന്നതാണ് ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ PSC നൽകിയിരിക്കുന്ന ഉത്തരം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വായിക്കും തന്നെ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ എന്നതാണ് 15ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. 15ാമത്തെ ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസർ കീയിൽ PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ,
അതേപോലെ തന്നെ കുറഞ്ഞ വേതന നിരക്ക് എന്നതാണ് ഇവിടെ PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്നതാണ് 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറ, പ്രശ്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം എന്നൊക്കെ പറയുന്നു. ഇതിൽ ഇവിടെ നൽകിയിരിക്കുന്നത് ശരിയല്ലാത്തത് എന്നതാണ്. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നതാണ് PSC പ്രൊഫഷണൽ ആൻഡ് സ്കീം നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് 17ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്ന് പറയുന്നതാണ്. 19ാം ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത് എന്നതാണ് 19ാം ചോദ്യം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ എന്ന 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓൾ ഓഫ് ദി എബോ എന്നതാണ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ എന്നിങ്ങനെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് 21ാമത്തെ ചോദ്യം. ഇവിടെ PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓൺലി 1 and 2 എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരം. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ ശരിക്കുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല. പക്ഷെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. PSC പ്രൊഫഷണൽ ആൻസർ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ പ്രൊഫഷണൽ ആൻസർ 21ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ എ ആണ് പ്രൊഫഷണൽ ആൻസർ 21ാമത്തെ ചോദ്യത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓൺലി 1 and 2 എന്നതാണ് പ്രൊഫഷണൽ ആൻസർ ഉത്തരമായിട്ട് നൽകിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 2 and 3 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻ ആയിരുന്നു. അസംബ്ലിയിൽ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ശരിയായത്. സഭയിൽ പ്രധാനമായും 9, നമ്മൾ 8 കമ്മിറ്റിയാണ് മേജർ കമ്മിറ്റി എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 1 എന്ന് പറയുന്ന തെറ്റാന്ന് അറിയുമ്പോൾ തന്നെ ഓപ്ഷൻ എയിലേക്ക് ഉത്തരത്തിൽ പോകാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ശരി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും അതേപോലെ തന്നെ ബിയും ഡിയും ഒക്കെ ഒറ്റയടിക്ക് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയമേവ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഒന്നാമത് തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന അർത്ഥ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ 1 എന്തായാലും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എയും സിയും ഡിയും ഡിലീറ്റ് ആക്കാം. അങ്ങനെ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അതിൽ പറയുന്നില്ല, 19ാം വകുപ്പിൽ പറയുന്നില്ല. അപ്പോൾ 2 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എയും സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 25ാമത്തെ ചോദ്യത്തിന്റെ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് 26ാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിലെ കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. മൂന്നാമതായി കൊടുത്തിരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതായത് 26ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നൽകിയിരിക്കുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ഓൺലി 1 and 3 എന്നതാണ് ഉത്തരം. ഇത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോക്സഭ ഇലക്ഷനൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരു സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം, അത് ശരിയാണ്. പക്ഷെ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 2 എന്ന് പറയുന്നത് എന്തായാലും തെറ്റായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ബിയും സിയും ഡിയും നമുക്ക് തെറ്റാണെന്ന് പറയും.
അപ്പോൾ അതും എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് 28ാമത്തെ ചോദ്യം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്, അത് ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്, അതും ശരിയാണ്. നമുക്കറിയാം സാലറിയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ അധികാരം തുല്യമാണ്, നമ്മൾ കൃത്യമായി എടുത്തു പഠിക്കുന്നതാണ്. അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്, എല്ലാം ശരി എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 28ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്, ശരിയാണ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്കറിയാം പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോമിനേറ്റഡ് അംഗങ്ങളൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത്. അതേസമയത്ത് പ്രസിഡന്റ് കേസിലേക്ക് വരുമ്പോൾ നിയമസഭയിലേക്കും ഒക്കെ വരുന്നുണ്ട്, അവരുടെയൊക്കെ വോട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാം. അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 11ാം ഷെഡ്യൂൾ ആണ് വരുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്നത് തെറ്റാണ്, 2 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എ ഡിലീറ്റ് ആക്കി, ബി ഡിലീറ്റ് ആക്കി, ഡിയും ഡിലീറ്റ് ആക്കി. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ മറ്റൊരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. എല്ലാം ശരി എന്നാണ് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ നൽകിയത്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയങ്ങളിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നാറ്റോയുടെ ചോദ്യം നമ്മൾ കണ്ടു, അതേപോലെ തന്നെ ഇപ്പോൾ EDയുടെ ചോദ്യം നമ്മൾ എപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. കഴിഞ്ഞ പരീക്ഷയിൽ നാറ്റോ ചോദിച്ചു, ഇപ്പോഴും ചോദിച്ചു, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്നാണ് പറയുന്നത്, അതും ശരിയാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. 32ാമത്തെ ചോദ്യം, ഇനി മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദമുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നതാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ അത് തെറ്റാണെന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്, അതാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നേരെ തിരിച്ചാണ് വരേണ്ടത്. ഇനി 2 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് കളയാം, അതേപോലെ ഡിയും സിയും നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതാണ് 33ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏതെന്നാണ്. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നിങ്ങനെയാണ് നൽകിയത്. ഇവിടെ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓസ്റ്റിയോപോറോസിസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, മഴക്കാടുകളാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് എന്നാണ് 37ാം ചോദ്യം. അപൂരിത കൊഴുപ്പ് എന്നതാണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ സിയുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ CRISPR Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് എന്നതാണ്. ഓപ്ഷൻ ബി, ക്യാൻസർ ചികിത്സ. ഇത് നമ്മുടെ SCRT കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു പോകുന്ന ഒരു പോയിന്റ് ആണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? ഇതും നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ്. 39ാമത്തെ ചോദ്യം ഓപ്ഷൻ സി അയോട്ട എന്നാണ് ഉത്തരം. ഡെങ്കിപ്പനി പരത്തുന്ന ഏത് തരം കൊതുകുകളാണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം രോഗാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി 42ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 42ാമത്തെ ചോദ്യം ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ധ്രുവപ്രദേശങ്ങൾ ജിക്ക് പരമാവധി മൂല്യമുണ്ട് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ സിക്ക് എന്താണ് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കുറവാണ് അവിടെ വരുന്നത്. അപ്പൊ രണ്ട് തെറ്റാണ്, നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. എയും ബിയും അതേപോലെ തന്നെ ഡിയും നമുക്ക് കളയാം. സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ് 43ാമത്തെ ചോദ്യം. ഇവിടെ 1:1 എന്നതാണ് 43ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ഉള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് 44ാമത്തെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. പ്രൊഫഷണൽ ആൻഡ് സ്കെയിൽ 44ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. വായു, അതുപോലെ തന്നെ 1 ശുദ്ധജലം, അതേപോലെ തന്നെ സമുദ്രജലം എന്നാണ് 44ാം ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻഡ് സ്കെയിൽ ഉത്തരമായിട്ട് നൽകി. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകേണ്ടത്, അത് കൃത്യമായി ശ്രദ്ധിക്കണം. അതാണ് വായു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് വരേണ്ടത് ഒന്നാമത് കൊടുത്തിരിക്കുന്ന ശുദ്ധജലമാണ്. പിന്നീട് വരേണ്ടത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന സമുദ്രജലമാണ്. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഗൈഡിലൊക്കെ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ നിന്ന് കുറവിലേക്കായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പൊ ഇവിടെ ആരോഹണ ക്രമം എന്ന് എടുത്തു പറഞ്ഞത് വായിക്കാതെ പോയ ഒരാൾക്ക് ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ നാറ്റോ, അതോടൊപ്പം തന്നെ ED, അതായത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുപോലുള്ള വിഷയങ്ങൾ ഒപ്പം ഇതും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നു. അപ്പൊ ഈ 3 കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാൻ. ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചു വേണം പോകാൻ. കൃത്യമായി അതിന്റെ ഉള്ളിലേക്ക് കയറി പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇവിടെ ഡി ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് പ്രൊഫഷണൽ ആൻഡ് സ്കെയിൽ ഉത്തരം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 1% എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾ, ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ തൊട്ടു മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾ എന്താണ് നമുക്ക് നൽകുന്ന സൂചന? കൃത്യമായി വായിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അവരോഹണം എന്നല്ല ആരോഹണം എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏത് എന്നാണ് 46ാം ചോദ്യം. ഓപ്ഷൻ സി 2 എന്നാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. NLCIL എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി അമോണിയ എന്നതാണ്. ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. കലാമിൻ എന്നത് ഏത് ലോകത്തിന്റെ അയിരാണ്? ഇതും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിങ്ക് ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ മൂലകം ഫ്ലൂറിൻ ആണ്, അതും ശരിയാണ്. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഓൾറെഡി നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു ന്യൂട്രോൺ ഇല്ല എന്ന്. അപ്പോൾ ആറ്റോമിക നമ്പറും മാസ് നമ്പറും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് എന്ന 50ാം ചോദ്യം. ഓപ്ഷൻ ബി ബാംഗ്ലൂർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും. 51ാം ചോദ്യം ഓപ്ഷൻ ഡി പ്രഗ്യാൻ. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. റോവർ എന്ന് പറയുന്നത് പ്രഗ്യാനും ലാൻഡർ എന്ന് പറയുന്നത് വിക്രം എന്നാണ് നമ്മൾ പഠിക്കുന്നതാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ഡി മിഴാവ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാമവർമ്മ അപ്പൻ തമ്പുരാൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി. ഇനി വട്ടത്ത് സമ്പ്രദായം ഏത് കലയുമായാണ് ബന്ധപ്പെട്ടതാണ്? അത് പണ്ട് മുതലേ ചോദിക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. കഥകളി എന്നാണ് ഉത്തരമായിട്ട് വരിക. മഹാകവി P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? ഇതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്
56ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 1973 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 57ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ഇന്തോനേഷ്യ എന്നാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമെന്നാണ് 57ാം ചോദ്യം. 57ാം ചോദ്യം ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഇന്തോനേഷ്യ എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കായിക ഇവന്റുകൾ അത് നടന്ന എവിടെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് 58ാം ചോദ്യം. ഇവിടെ ഉത്തരം പ്രിയ AS എന്നാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അവാർഡുകളിലേക്ക് ചോദ്യം കടന്നു വന്നിരിക്കുന്നു, അപ്പോൾ അതൊന്നും പഠിക്കണം. ഇനി അടുത്തത് സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്തിനു ഉദാഹരണമാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫിഷിംഗ് എന്നാണ് ഇവിടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് എന്ന 60ാം ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് റൂട്ടർ എന്നാണ് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. ഇനി ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഡാം ഒരു എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ നമ്മുടെ ഈ 62ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി മാൽവെയർ എന്നാണ്. ഇപ്പൊ ചിലരെങ്കിലും ആ കണ്ടിട്ട് മാൽവെയറിലേക്ക് പോയവരുണ്ടെങ്കിൽ അവർക്കതൊരു നല്ലൊരു മാർക്കായിരിക്കും. അപ്പൊ എന്താണ് ഡാം എന്ന് പറയുന്നത് മാൽവെയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? ഇത് റിപ്പീറ്റ് ആയിട്ട് ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷ ഇതേപോലെ ചോദ്യം ചോദിച്ചു. അതേപോലെ തന്നെ ഈ ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ആയി വന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ചൂഷണത്തിനുള്ള അവകാശം. നമ്മൾ ഓൾറെഡി PYQ ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ് 65ാം ചോദ്യം. ഓപ്ഷൻ എ ആണ് ഇവിടെ പ്രൊഫഷണൽ ആൻഡ് സ്കിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ് എന്നാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്താണെന്നുള്ളത് പഠിച്ചിട്ട് തന്നെ പോകണം. ആ ഒരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും എന്നാണ് 66ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് എന്നാണ് ഇവിടെ PSC നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്ന പ്രൊഫഷണൽ കീയിൽ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 67ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് നൽകുന്ന മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം എന്നാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. 30 ദിവസം എന്നാണ്. ഇനി അടുത്തത് പോക്സ്കോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഇത് എപ്പോഴും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 69ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ് എന്നതാണ് 70ാം ചോദ്യം. രേഖ ശർമ്മ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമായിട്ട് നൽകിയത്. നമ്മളിത് ചെയ്യുന്നത് നമുക്കറിയാം, ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ ടോട്ടൽ തുക നമ്മൾ കണ്ടുപിടിക്കുന്ന n-2 × 180 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബഹുഭുജത്തിന്റെ പുറക്കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങെന്നാണ്. അപ്പോൾ ഇവിടെ n-2 × 180 × 2 അതാണ് എന്ത് പറയുന്നത് പുറക്കോണുകളുടെ തുക എന്ന് പറയുന്നത്. പുറക്കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊരു ബഹുഭുജം എടുത്താലും അതിന്റെ പുറക്കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് കിട്ടുന്നത് 71ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക.
ഇനി അടുത്ത ചോദ്യം, 12 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? ഓൾറെഡി ഇപ്പോൾ ഞാൻ ആ ഇക്വേഷൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. n-2 × 180 എന്നതാണ്. ഇത് റിപ്പീറ്റ് ആയി ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ മുന്നിൽ മാത്സിന്റെ ഒരു ക്ലാസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 20 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ക്ലാസ്സിൽ. അതിൽ ഈ 2024 നടത്തിയ ഒരു പരീക്ഷയിൽ നിന്ന് ഡയറക്റ്റ് റിപ്പീറ്റ് ആയി ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ ഓരോ ഓപ്ഷനിലും വ്യത്യാസം വരാതെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ 12 വർഷമുള്ള എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 12 കൊടുക്കുന്നു, 2 കുറയ്ക്കുന്നു, അപ്പോൾ അവിടെ 10 എന്ന് കിട്ടുന്നു. 10 × 180 ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1800 ആണ്. റിപ്പീറ്റ് ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്നാൽ 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗ്ഗമാണ്? 2500 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ പദത്തിന്റെ വർഗ്ഗം? അപ്പൊ 2500 എന്ന് പറയുന്ന ഒരു വർഗ്ഗമാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 50ന്റെ വർഗ്ഗമാണ്. അപ്പൊ 50 എന്ന് പറയുന്ന ആ ഒരു പദമാണ്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ a+n-1 × d എന്ന് പറയുന്നത് എന്താണ്? 50 എന്ന് നമുക്ക് എടുക്കാം. എ ഓൾറെഡി ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 2 എന്ന് തന്നിട്ടുണ്ട്. n-1 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് നമുക്ക് കിട്ടും. ഈസ് ഈക്വൽ ടു 50. ഇത് ചെയ്തിട്ട് ഈ എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ 73ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഇതിന് ഇങ്ങോട്ട് പോകുമ്പോൾ 48/3 ചെയ്യുമ്പോൾ 16, n-1 -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 വരും. അപ്പോൾ അവിടെ 17 എന്നാണ് വരും. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മുടെ വാർഷിക പലിശയുമായി ബന്ധപ്പെട്ട് 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷത്തേക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ 1-to-1 മെത്തേഡിലൂടെ നിങ്ങളുടെ മുന്നിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ പല രീതിയിലും ചെയ്യും, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 25,000 രൂപ എന്ന് ഈ 1ന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു. 8% എന്നാണ് പറഞ്ഞത്. അതായത് 25,000ന്റെ 8% എന്ന് പറയുമ്പോൾ 2000 എന്നാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിന്റെ 8% എടുക്കുക. അതായത് ഇവിടെ ഈ 2000ന്റെ 8% എന്ന് പറയുമ്പോൾ 160 എന്ന് കിട്ടും. നമ്മോട് ചോദിച്ചിരിക്കുന്നത് 2 വർഷത്തേക്ക് കിട്ടുന്ന പലിശ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രം എടുത്താൽ മതി. ഈ 2000 × 2 ചെയ്യുക. അപ്പോൾ അവിടെ 4000 എന്ന് കിട്ടും. പ്ലസ് 160 × 1 ചെയ്തിട്ട് അത് ഇതിനോട് കൂട്ടുക. 4160. ഓപ്ഷൻ ബി ആണ് 74ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം. 2 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1 1/2 ഹോൾ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൽ 2 1/2നെ നമുക്ക് 5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. മൈനസ് 1 1/2നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതായത് ഇവിടെ നമുക്ക് 25 - 9/4 എന്ന് കിട്ടും. 25 - 9 16, 16/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 4 എന്നാണ് കിട്ടുക. അതായത് 75ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 1 × 2, 2 × 3, 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ വരുമ്പോൾ 1 × 2 എന്നാണ്, രണ്ടാമത്തെ വരുമ്പോൾ 2 × 3 ആണ്, മൂന്നാമത്തെ വരുമ്പോൾ 3 × 4 ആണ്. അപ്പോൾ ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ ആ 10ാമത്തെ വരുമ്പോൾ 10 × 11 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതിയിട്ട് അതിന്റെ തുക നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇതും റിപ്പീറ്റ് ആയി ചോദിച്ച ഒരു ചോദ്യമാണ്. 2024 ഒരു ചോദ്യ പേപ്പർ നമ്മളിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1 × 2, 2 × 3, 3 × 4 അങ്ങനെ എവിടം വരെ പോകും? 10 × 11 വരെ പോകും. അതിന്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, അതായത് പ്രൊഫഷണൽ കീയിൽ നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 440 ആണ്. ഇത് ഇതിന് മുമ്പത്തെ പരീക്ഷയിലും ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയി കണ്ടു കഴിഞ്ഞു. ഒരു ചതുർഭുജത്തിലെ കോണുകൾ 1:2, 3:4 ആയാൽ വലിയ കോൺ എത്ര? നമുക്കറിയാം ഒരു ചതുർഭുജത്തിലെ ടോട്ടൽ കോണ് എന്ന് പറയുന്നത് 360 ആണ്. വലിയ കോണ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇൻറ്റു 4 ടോട്ടൽ റേഷ്യോ, അതായത് 4 + 3 നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. 7 + 2 9, 9 + 1 10 ആണ്. ഇതാ വെട്ടിക്കളഞ്ഞു. 36 × 4 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 144 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ ഏതെന്നാണ്. ഇത് നമ്മൾ ഈ ഓപ്ഷനിലൂടെ തന്നെ പോയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് സംഖ്യ ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യ നമ്മളിവിടെ 80 എന്ന് എടുത്തിരിക്കുന്നു. കാരണം 71 എടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർഗ്ഗമല്ല കിട്ടുക. 61 എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർഗ്ഗമല്ല കിട്ടുക. 91 എടുത്താലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർഗ്ഗമല്ല കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 80 ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 80നോട് 1 കൂട്ടിയാൽ 81 കിട്ടും. ഒരു വർഗ്ഗമൂല്യം, അതിന്റെ ഒരു തവണ വർഗ്ഗമൂല്യം എടുത്താൽ 9 കിട്ടും. വീണ്ടും വർഗ്ഗമൂല്യം എടുത്താൽ 3 എന്നാണ് കിട്ടുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 78ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി എന്നാണ് വരേണ്ടത്. ഒരു വൃത്തസ്തൂപിയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യം ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ്. 1/3
πr²h എന്നതാണ് നമ്മുടെ ആ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത്. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 1/3 പൈ ഇൻറ്റു ഈ ആറിന്റെ സ്ഥാനത്ത് 2r എന്ന് വരും, 2r². പിന്നെ എന്താണ് ഉന്നതി 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എച്ചിന്റെ സ്ഥാനത്ത് 3h എന്നാണ് വരിക. ഇത് ചെയ്ത് കഴിയുമ്പോൾ 1/3 പൈ ഇൻറ്റു 4r² 3h എന്ന് വരും. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 12 ഇൻറ്റു 1/3 പൈ r²h എന്ന് വരും. നമുക്ക് ഇത് 1/3 പൈ r²h ആദ്യത്തെ ഇക്വേഷൻ ആണ്. അതിനോട് 12 ഗുണിച്ചതിന് തുടങ്ങാം തുല്യമാണ്. അതായത് 12 മടങ്ങ് വർദ്ധിക്കും എന്നാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തു പിടിക്കുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി ACB ഒരു ചിത്രത്തിൽ ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്ര എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യവും ഇതിനു മുമ്പത്തെ പരീക്ഷയിൽ ഇതുപോലെ അല്ലെങ്കിലും വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഈ ACB എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ്. അതാണ് എത്ര എന്ന് കൊടുത്തിരിക്കുന്നത്, ഈ 260 ഡിഗ്രി. അതായത് ഇത്രയുമാണ് എന്ത് 260 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 260ഉം 360, നമുക്കറിയാം ടോട്ടൽ 360 ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. ഇതാ 100 എന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചെറിയ കോണ് നമുക്കിപ്പോൾ എത്ര എന്ന് കിട്ടി, 100 എന്ന് നമുക്ക് കിട്ടി. ഇത് 100 ആണെന്ന് കിട്ടി. നമ്മൾ പഠിക്കാറുണ്ട് ഈ ഒരു പോയിന്റ് ഇത് കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നു. അതേ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു കോണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺ എന്ന് പറയുന്നത് ഈ ഒരു കോണിന്റെ പകുതി ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 100ന്റെ പകുതി എന്ന് പറയുന്നത് 50 ആണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഈ രണ്ടാമത് പറഞ്ഞ കാര്യം വെച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം, ജോമെട്രി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതിന് നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്തായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഗത്തേക്കാണ്. 81ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. അപ്പോൾ 81ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഹാൻഡ് കർച്ചീഫ്സ് എന്ന് എഴുതേണ്ടത് ഓപ്ഷൻ ബി രൂപത്തിലാണ് 81ാമത്തെ ചോദ്യം. ഇനി അടുത്തത് 82ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി എന്നതാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്നതാണ് 82ാം ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകിയത്. സ്പോട്ട് ദ എറർ ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്, നോ എറർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ ആൻസറിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി ഫാസിസ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇത് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. എക്സാക്ട് കോപ്പി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് എന്നാണ് ഇവിടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ 85ാമത്തെ ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസറിയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ എന്നതാണ് ഇവിടെ പ്രൊഫഷണൽ ആൻസറിയിൽ PSC നൽകിയിരിക്കുന്ന ഉത്തരം. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ലെപ്റ്റോസ്പൈറോസിസ് എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഈ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ടേം പഠിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ടേം, ബാക്ടീരിയയുടെ ടേം നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്നതാണ്. റാറ്റ് എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് 88ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഹീസ് ബീൻ അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ് എന്നാണ് ഇവിടെ നമ്മൾ 89ാമത്തെ ചോദ്യം അക്യൂസ്ഡ് ഓഫ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ദേ ഹാവ് കോൺട്രാക്റ്റഡ് എവരി വൺ കൺസേൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 90ാമത്തെ ചോദ്യം എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോൺട്രാക്റ്റഡ് എന്നതാണ്. അതായത് എവരി വൺ എപ്പോഴും സിംഗുലർ ആയിട്ട് എടുക്കുമെന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ ഇത് ഒരുമിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് അവിടെ ഇതായിട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് താഴെ പറയുന്ന ശരിയായ വാക്യം ഏതാണ് 91ാം ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്ന പൂജബഹുവചനത്തിന് ഉദാഹരണം, ഇത് എപ്പോഴും PSC ചോദിക്കുന്നത് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അവർ എന്നതാണ് ഇവിടെ PSC പ്രൊഫഷണൽ ആൻസറിൽ നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇനി വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത് എന്നതാണ് ഇവിടെ പ്രൊഫഷണൽ ആൻസറിൽ PSCയുടെ ഉത്തരം വൈദികം എന്നതാണ്. ഇനി ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ് എന്നതാണ് 94ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
ഓപ്ഷൻ ബി ആണ്. ശാശ്വതം എന്നതാണ് 94-ാം ചോദ്യത്തിന്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം. ഇനി 95-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരം. ഇനി 96-ാമത്തെ ചോദ്യം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC നൽകിയിരിക്കുന്നത് അമ്പലം ചുറ്റുക, അമ്പലം വിഴുങ്ങുക എന്ന ഈ ഒരു ശൈലിയുടെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ 96 നൽകിയിരിക്കുന്ന അമ്പലം ചുറ്റുക എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. 97-ാം ചോദ്യം ഓപ്ഷൻ ഡി ഭഗവത്ഗീത എന്നതാണ്. ഇനി വിണ്ടലം, ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്. 98 ഓപ്ഷൻ എ ആണ്. വിൻ പ്ലസ് തലം എന്നതാണ്. തലവേദന എന്ന് പറയുമ്പോൾ 99 ഓപ്ഷൻ ബി ആണ്. തലയും വേദനയും എന്നതാണ് PSC നൽകിയിരിക്കുന്ന ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി. നമ്മളിവിടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രം എന്ന വാക്കിന് സമാനമായ പദം ഏത് എന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. ഗോരോചനം എന്നതാണ് PSC നൽകിയിരിക്കുന്ന ഉത്തരം. ഗോരോചനം എന്നതാണ് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. ഇത് കോഡ് എയിലെ ചോദ്യപേപ്പറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്മൾ വിചാരിച്ച ഉത്തരമൊന്നും ആയിരിക്കില്ല ചിലപ്പം വന്നിരിക്കുന്നത്. കുറേ നെഗറ്റീവ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യപേപ്പറാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള, ഒന്നാമത്തെ ഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പറിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടത് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക എന്നതാണ്. കാരണം അവസാനത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് അല്ല ഉത്തരം വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരമാണ്. ഇതിൽ മാറ്റങ്ങൾ വരാം, ഡിലീഷൻ വരാം, ഒക്കെ വരാം. പ്രൊഫഷണൽ ആൻസർ കീ ഓൾറെഡി കേരള PSC പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് 5 ദിവസം തോന്നുന്നു നമുക്ക് ഈ എന്തെങ്കിലും ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് PSCക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലൂടെ ഇപ്പോൾ കംപ്ലൈന്റ് നൽകാവുന്നതാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കറപ്പിച്ച് ശരിയാണ്, ഇതിൽ നൽകിയത് തെറ്റാണ് എന്ന രീതിയിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. അതിനുള്ള സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ആ അവസരങ്ങളൊക്കെ വിനിയോഗിക്കുക. എന്തായാലും ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും നല്ല രീതിയിൽ നോക്കിയിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് പരമാവധി കുറയ്ക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. പരീക്ഷ എഴുതുമ്പോൾ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നൊക്കെ തോന്നും, പക്ഷേ ആൻസർ കീ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എഴുതിയതൊന്നും അല്ല ഉത്തരമെന്ന് മനസ്സിലാവുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മാത്സ് നല്ലോണം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് പോവാം. പ്രത്യേകിച്ചും പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.